അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ് ഉസ്താദെ പൈശാചികമായ ഉപദ്രവം, പിശാചിൻ്റെ ഇടങ്ങേറ്. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഒരാൾക്ക് പൈശാചികമായ ഉപദ്രവമുണ്ട്, പിശാചിൻ്റെ ഇടങ്ങേറുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ 16 ലക്ഷണങ്ങളുണ്ട്. ഈ 16 ലക്ഷണങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ട് എങ്കിൽ അവനിക്ക് പൈശാചികമായ ബാധയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് മാറ്റാൻ, ഇത് ഇല്ലാതാക്കാൻ 7 വഴികളുമുണ്ട്. അതോടൊപ്പം തന്നെ അത്ഭുതപ്പെടുത്തുന്ന ചെറിയ ഒരു ഇസ്മ, അള്ളാഹുവിൻ്റെ പേര്. ഈ പേര് പറഞ്ഞാൽ ഈ പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നും കാവൽ കിട്ടും. എല്ലാം വിശദമായി ഈ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ പറയട്ടെ, പിശാച് അല്ലെങ്കിൽ ഇബ്ലീസ് അത് ഉള്ളത് തന്നെയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ചരിത്രമൊക്കെ നമുക്കറിയാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു കഴിഞ്ഞ് എല്ലാവരോടും, എല്ലാ മലക്കുകളോടും സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും സുജൂദ് ചെയ്തു. അബാ വസ്തക്ബറ, ഒരാൾ മാത്രം മാറി നിന്നു. ആരാണ് അവൻ? ഇബ്ലീസാണ്. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ സുജൂദ് ചെയ്യില്ല, എന്നെ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്, ആദമിനെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അന്ന് അല്ലാഹു തആല അവനെ ആട്ടി ഓടിച്ചതാണ്. ആ ഇബ്ലീസ്, ആ പിശാച്, അവൻ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിലൂടെ സഞ്ചരിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്. നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഇന്ന ശൈത്വാന യജ്രി മജ്റദ്ദം. ശൈത്താൻ മനുഷ്യന്റെ രക്തം എവിടെയെല്ലാം സഞ്ചരിക്കുമോ അതിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവൻ. അതായത് നമ്മുടെ ശരീരത്തിൽ കയറാനും ഇറങ്ങാനൊക്കെ അല്ലാഹു തആല ഒരു ലൈസൻസ് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം ഇബ്ലീസിന്. എവിടെയും അവൻ ഉണ്ടാകും, ഏത് സന്ദർഭത്തിലും അവൻ വരാം. ഇങ്ങനെ പൈശാചികമായ ഉപദ്രവം ഏൽക്കുന്ന ചില ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസിലും അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിലുമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ പിശാചിനെ മനുഷ്യനോട് അല്ലാഹു തആല ഉപമിച്ചിട്ടുണ്ട്. പലിശ ഭക്ഷിക്കുന്ന ആളുകൾ, പലിശ ഭക്ഷിച്ച ആളുകൾ, അവർ ആഖിറത്തിൽ വരുമ്പോൾ പൈശാചികമായ ബാധയേറ്റവരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി നേരെ നിൽക്കാൻ പറ്റാത്ത നിലയിലായിരിക്കും അവർ വരിക എന്ന് വിശുദ്ധമായ ഖുർആനിൽ കാണാം. അപ്പൊ പൈശാചികമായ ബാധ ഏൽക്കുക എന്നുള്ളത് അത് ഉള്ളത് തന്നെയാണ്. അതാദ്യം നമ്മൾ വിശ്വസിക്കുക. പിശാചിന്റെ ഉപദ്രവം, ഇബ്ലീസിന്റെ ഉപദ്രവം, ബുദ്ധിമുട്ടുകൾ അതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇവിടെ മൻഹജുൽ ഖുർആൻ ഫി ഇലാജി സിഹ്ർ എന്ന് പറയുന്ന ഒരു കിതാബിൽ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്, മഹത്തുക്കൾ പറയുന്നു, പിശാച് ബാധ, പൈശാചികമായ ഉപദ്രവം ഏറ്റ ആളുകൾക്ക് 16 അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ്. എന്നിട്ട് മഹാന്മാരെ എണ്ണി പറയുന്നു, ഒന്നാമത്തേത്, പൈശാചികമായ ബാധ ഏറ്റവർക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഒരു അടയാളം എപ്പോഴും ഉറക്കം. എപ്പോഴും ഉറക്കം, ഏത് സമയത്തും രാവെന്നില്ല പകരുന്നില്ല, ഉറങ്ങാനുള്ള ഒരു തോന്നൽ എപ്പോഴും അവർക്കുണ്ടാകും. മറ്റൊരടയാളമായി പറയുന്നത്, ചില ആളുകൾക്ക് എപ്പോഴും ഉറക്കമാണെങ്കിൽ മറ്റു ചില ആളുകൾക്ക് ഉറക്കമേ ഉണ്ടാവില്ല, ഉറക്കമേ അവർക്കുണ്ടാവുകയില്ല. ഇത് എന്താണ്? പൈശാചികമായ ബാധ ഏറ്റതിൻ്റെ അടയാളമാണ്. രണ്ടാമത്തേത്, ഒരു വൃത്തിഹീനമായ അവസ്ഥ, വൃത്തി ഉണ്ടാവില്ല. അവർക്കൊന്ന് കുളിക്കുന്നതോ അല്ലെങ്കിൽ കൈ കഴുകുന്നതോ എല്ലാം അലർജി, വെള്ളത്തോട് അലർജിയാണ്. വെള്ളം കാണുന്നത് തന്നെ അവർക്ക് ദേഷ്യവും ഭയവുമാണ്. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. കുളിക്കില്ല, പല്ല് തേക്കില്ല, മലമൂത്ര വിസർജനം ചെയ്താൽ തന്നെ നല്ലപോലെ വൃത്തിയാക്കൂല. അങ്ങനെ ചില ആളുകൾ, അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ആർക്കെങ്കിലും അവർക്ക് പൈശാചികമായ ഉപദ്രവം ഏറ്റിട്ടുണ്ട്. മൂന്നാമത്തേത്, എപ്പോഴും ഇരുട്ടിൽ ഇരിക്കാനാണ് അവർക്കിഷ്ടം. വെളിച്ചം കാണുന്നത് തന്നെ ഒരു പ്രയാസമാണ്. എപ്പോഴും ഇരുട്ടിൽ ഇരിക്കുക, ഒരു റൂമൊക്കെ അടച്ചിട്ട് ഇരുട്ടിൽ തന്നെ ഇരിക്കണം. എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ രാത്രി മാത്രമേ പുറത്തിറങ്ങൂ, ഇരുട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവമുണ്ട് എങ്കിൽ അത് പൈശാചികമായ ബാധ ഏറ്റതിൻ്റെ ഒരടയാളമാണ്. നാലാമതായി പറയുന്നു, നേരത്തെ പറഞ്ഞത് വൃത്തിയില്ലായ്മയാണെങ്കിൽ നാലാമതായി പറയുന്നത് അമിതമായ വൃത്തിയാണ്. എന്ത് ചെയ്താലും വൃത്തിയാണ്. ഒരു ദിവസം തന്നെ 3-4 പ്രാവശ്യം കുളിക്കും. ഒരു പ്രാവശ്യം കുളിച്ചാൽ തന്നെ എൻ്റെ ശരീരമൊക്കെ വൃത്തിയായോ, നജസ് പോയോ എന്നുള്ള വീണ്ടും വീണ്ടും അങ്ങനത്തെ ഒരു ചിന്തയാണ് വരുന്നത്. അത് എന്താണ്? അമിതമായ വൃത്തിയും, എപ്പോഴും പല്ല് തേക്കുക, എപ്പോഴും കുളിക്കുക, എപ്പോഴും വസ്ത്രം മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു വസ്ത്രം ഇട്ടു അപ്പോൾ തന്നെ മാറ്റി വീണ്ടും ഒരു വസ്ത്രം ഇട്ടു. അങ്ങനെ അമിതമായ വൃത്തിയും പൈശാചികമായ ബാധയേറ്റതിൻ്റെ അടയാളമാണ്. അഞ്ചാമത്തേത്, മുടിയും നഖവുമെല്ലാം നീട്ടി വളർത്തുക. ഒന്ന് വെട്ടാൻ പറഞ്ഞാൽ വെട്ടൂല.
നഖം വെട്ടാൻ പറഞ്ഞാൽ വെട്ടൂല, വെട്ടുന്നത് ഇഷ്ടമല്ല. മുടിയും അതുപോലെ തന്നെ താടിയും അതുപോലെ നഖവും ഒക്കെ ഇങ്ങനെ നീട്ടി വളർത്തുന്ന ഒരവസ്ഥ, അതെന്താണ്? പൈശാചികമായ ബാധ ഏറ്റവർക്കുണ്ടാകുന്ന അടയാളത്തിൽപ്പെട്ടതാണ്. ആറാമതായി, ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാരണവുമില്ല, വെറുതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. 7, ഒരു കാരണവുമില്ലാതെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ എന്താണ്? പൈശാചികമായ ബാധയേറ്റതിൻ്റെ ചില അടയാളങ്ങളാണ്. 8-മത്തേത്, എപ്പോഴും മറവിയാണ്. എന്തെങ്കിലും ചില കാര്യങ്ങൾ മറക്കുന്നു, അതല്ല ഇവിടെ പറഞ്ഞത്. എല്ലാ കാര്യവും മറന്നു പോകും. ഭക്ഷണം എടുത്തു വെച്ചു, ഭക്ഷണം കഴിക്കാനുള്ളതാണ്, അതും മറന്നു. വെള്ളം എന്തിനാണ് കയ്യിലെടുത്തത്, അതും മറന്നു. ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, അതും എല്ലാം മറന്നു പോകുന്ന ഒരു അവസ്ഥ. 9-മത്തേത്, ഭയമാണ്. എപ്പോഴും ഭയം. ആളുകളെ കാണുന്നത് തന്നെ ഭയമാണ്. ചെറിയ കുട്ടികളെ കാണുമ്പോഴും ഭയം, ആളുകളോട് സംസാരിക്കാനുള്ള ഭയം. ഇതൊക്കെ എന്താണ്? പൈശാചികമായ ബാധ ഏറ്റതിൻ്റെ ചില അടയാളങ്ങളാണ്. 10-മത്തേത്, നല്ല സംശയമാണ്. കതകടച്ചോ? ഒരു പ്രാവശ്യം വന്ന് നോക്കി, അടച്ചിട്ടുണ്ട്. വീണ്ടും വന്ന് കിടന്നു, പിന്നെയും ഒരു സംശയം, കതകടച്ചോ? വീണ്ടും വന്ന് നോക്കി. ഇങ്ങനെ എപ്പോഴും സംശയം. കതകടച്ചോ? അതുപോലെ തന്നെ ഇനി അഥവാ ഉളുവൊക്കെ എടുത്താൽ ഉളു എടുത്തോന്ന് തന്നെ സംശയം. ഉളു എടുത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് വീണ്ടും സംശയം, ഞാൻ ഉളു എടുത്തോ? ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംശയമല്ല, എപ്പോഴും ഇങ്ങനത്തെ സംശയം. ഇതെന്താണ്? പൈശാചികമായ ബാധയേറ്റതിൻ്റെ ഒരടയാളമാണ്. 10-മത്തേത്, സ്വന്തമായി കുറ്റപ്പെടുത്തുക. എന്നെ ഒന്നിനും കൊള്ളൂല, എന്നെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇതാ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യാനുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാവുക. ഇതും എന്താണ്? പൈശാചികമായ ബാധയേറ്റതിൻ്റെ അടയാളമാണ്. 12-മത്തേത്, എപ്പോഴും പാട്ട് കേൾക്കാനുള്ള ഒരു തോന്നൽ. എപ്പോഴും പാട്ട് കേൾക്കണം, സംഗീതം ആസ്വദിക്കണം എല്ലാ സമയത്തും, 24 മണിക്കൂറും. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കണം, ഒരു മദ്ഹ് ഗാനം കേൾക്കണം, അതല്ല ഈ പറഞ്ഞത്. 24 മണിക്കൂറും ഹെഡ്സെറ്റൊക്കെ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഒരു പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ട്, അടുത്ത പാട്ട് കഴിയുമ്പോൾ പിന്നെയും പാട്ട്. ഇതെന്താണ്? ഇതും പൈശാചികമായ ബാധയേറ്റതിൻ്റെ ഒരു അടയാളമാണ്. 13-മത്തേത്, ശാരീരികമായ വേദനകൾ. എപ്പോഴും ശരീരവേദന, എപ്പോഴും നടുവിന് വേദന, അതുപോലെ കഴുത്തിന് വേദന, തലവേദന. ഇത് വല്ലപ്പോഴും വരുന്നതല്ല ഈ പറയുന്നത്, എപ്പോഴും അത് നിത്യമായ രോഗം. ഇതും എന്താണ്? പൈശാചികമായ ബാധയേറ്റതിൻ്റെ അടയാളം. എല്ലാ ടെസ്റ്റും കഴിഞ്ഞു, എല്ലാ ചെക്കപ്പും ചെയ്തു, ഒരു കുഴപ്പവുമില്ല, പക്ഷേ ശരീരത്തിന് വേദനയാണ്. 14-മത്തേത്, പല ശബ്ദങ്ങളും കേൾക്കുക. പല ശബ്ദങ്ങൾ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ശബ്ദം കേൾക്കുക, പല രൂപങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരിക. അതൊക്കെ പൈശാചികമായ ഉപദ്രവമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 15-മത്തേത്, ഉറക്കത്തിൽ സംസാരിക്കുക, അതുപോലെ ഉറക്കത്തിൽ കരയുക, ഉറക്കത്തിൽ പേടിച്ച് ഭയപ്പെട്ട് എഴുന്നേൽക്കുക, ഉറക്കത്തിൽ നടക്കുക. ഇതൊക്കെ എന്താണ്? പൈശാചികമായ ബാധയേറ്റതിൻ്റെ ഒരടയാളമാണ്. 16-മത്തേത്, ഇടക്കിടക്ക് അട്ടഹസിക്കും. ആളുകൾ ഇങ്ങനെ പേടിച്ചു പോകും. എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശബ്ദം ഇങ്ങനെ ഒച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞ് അട്ടഹസിക്കുന്നു, ഭയങ്കര ശബ്ദമുണ്ടാക്കുന്നു. ഇതും എന്താണ്? പൈശാചികമായ ബാധയേറ്റതിൻ്റെ അടയാളമാണ്. ഞാനിവിടെ 16 പറഞ്ഞിട്ടുള്ളൂ, ഇനിയും ഒരുപാടുണ്ട്. അള്ളാഹു താല നമുക്കാക്കുമാറാവട്ടെ. ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു താല അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഇനി ഈ ഒരു പൈശാചികമായ ഉപദ്രവങ്ങൾ മാറാൻ മഹത്തുക്കളായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ചില ആത്മീയമായ മരുന്നുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് എന്താണ്? ദുആയാണ്. നല്ല ദുആയാണ്. അത് ഈ ബാധ ഏറ്റവനും ദ്വാരക്കണം, അതല്ലാത്തവരും ദ്വാരക്കണം. അല്ലാഹ് ഈ ഒരു അസുഖം മാറ്റി തരണേ, ഈ ഒരു പ്രയാസം മാറ്റണേ നമ്മൾ ദ്വാരക്കണം. രണ്ടാമത്തേത് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലെ ഏറ്റവും അഫ്ളലായ ആയത്താണ് ആയത്തുൽ കുർസി. ഇങ്ങനെ ഒരു പ്രയാസമുള്ള ആളുകൾ അവർ ആയത്തുൽ കുർസി 1001 പ്രാവശ്യം, ഒരു പക്ഷേ ഈ ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ആയത്തുൽ കുർസി 1001 പ്രാവശ്യം ഓതാൻ പറ്റിക്കോളണമെന്നില്ല. അപ്പോൾ നമുക്ക് ഓതാൻ പറ്റിയ ആരാണോ വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരുണ്ടെങ്കിൽ അവരൊക്കെ ഏൽപ്പിച്ചിട്ട് ഒരു 1001 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി അയാളെ മന്ത്രിക്കുക. ഇത് ആ ഒരു രോഗം ശിഫയാവാൻ വലിയ ഒരു ഉപകാരമുള്ള കാര്യമാണ്. മൂന്നാമത്തേത് 11 പ്രാവശ്യം വീതം സൂറത്തു യാസീൻ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് അയാൾക്ക് കുടിക്കാനും അതുപോലെ മുഖത്ത് തളിക്കാനും കൊടുക്കുക. 11 പ്രാവശ്യം സൂറത്തു യാസീൻ എല്ലാ ദിവസവും ഓതിയിട്ട് ആ വെള്ളം കുടിക്കുവാനും മുഖത്ത് തളിക്കുവാനും കൊടുക്കുക. അതുപോലെ തന്നെ നാലാമത്തേത് 7 ദിവസം തുടർച്ചയായി 70 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും, ഖുർആനിലെ അവസാനത്തെ 3 സൂറത്തുകൾ, ഈ 3 സൂറത്തുകൾ
7 ദിവസം 70 പ്രാവശ്യം വീതം ഓതിയിട്ട് അയാളെ മന്ത്രിക്കുക. ഇതും ഒരു ആത്മീയമായ മരുന്നാണ്. അഞ്ചാമത്തേത് സൂറത്തുൽ ബഖറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സൂറത്തുൽ ബഖറ പിശാചിനെ ഓടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മരുന്നാണ്. അപ്പോൾ ഈ സൂറത്തുൽ ബഖറ 2 ദിവസം കൂടുമ്പോൾ ഓതി ഈ മനുഷ്യനെ മന്ത്രിക്കേണ്ടതുണ്ട്. ആറാമത്തേത് ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ. യാ മാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, യാ മാജിദു യാ അല്ലാഹ്, മഹത്വമുള്ളവനെ എന്നാണ് ആ ഇസ്മിന്റെ അർത്ഥം. ആ ഇസ്മ എല്ലാ ദിവസവും 333 പ്രാവശ്യം ഓതുകയും വെള്ളത്തിൽ ഊതി അയാൾക്ക് കുടിക്കുവാനും അതുപോലെ ശരീരത്തിൽ ഒഴിക്കുവാനും ഈ വെള്ളം കൊടുക്കുക. യാ മാജിദു യാ അല്ലാഹ് എന്ന് 333 പ്രാവശ്യം. അത് മറന്നു പോവണ്ട. ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇതുപോലുള്ള ആത്മീയമായ മരുന്നുകൾ എഫക്റ്റാണ്. പിന്നെയുള്ളത് ഏഴാമതായി നമുക്ക് പറയാനുള്ളത് ചികിത്സയാണ്. ഇതിൻ്റെ ചികിത്സ എന്താണോ അത് ചെയ്യുക. ഇന്ന് ഒരുപാട് ഇത്തരത്തിൽ ആത്മീയമായ തട്ടിപ്പുകൾ ഉണ്ട്, ദുർമന്ത്രവാദികളുണ്ട്. അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവം മാറ്റിത്തരാം, 1 ലക്ഷം രൂപ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ആളുകളെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലത്തതിലൊന്നും പോയി പെടാൻ നിൽക്കരുത്. നമുക്ക് വിശ്വാസമുള്ള കൃത്യമായ ഇത്തരം അസുഖങ്ങളെ പറ്റി അറിയുകയും അതുപോലെ തന്നെ അസുഖങ്ങൾ മാറ്റാൻ കഴിവുള്ളവരുമായ ആളുകളുടെ അടുക്കൽ പോയാൽ മാത്രമേ ഇതുപോലുള്ള രോഗങ്ങൾക്ക് ശിഫയുണ്ടാകൂ. അത് നമ്മൾ തട്ടിപ്പും അതുപോലെ തന്നെ ഒറിജിനലും തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഈ ആത്മീയമായ മരുന്നുകൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അല്ലാഹു തആല ഇത്തരം എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. പൈശാചികമായ പിശാചിന്റെ ഉപദ്രവങ്ങളെ തൊട്ട് അല്ലാഹു തആല നമ്മെ കാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയും അല്ലാഹു കാത്തനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ലിങ്കുകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. കാരണം അവരും ഇത് കാണട്ടെ, അവരും ഇത് പഠിക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറയുന്നുണ്ട്. ഫോണിൽ വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മളോട് ബന്ധപ്പെട്ടവരുടെയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ അഭ്യുദകാംക്ഷികൾ എല്ലാവരുടെയും മാനസികമായ ശാരീരികമായ സാമ്പത്തികമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ മാറ്റി എല്ലാവിധ ഖൈറും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ നമ്മളിൽ നിന്നും എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ, മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.